ചിദംബരം. ചിദംബരം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ശശി തരൂർ ലൈനാണ്. അതായത് അദ്ദേഹം ജയിലിലൊക്കെ 4 വർഷം കിടന്ന 4 വർഷം മുന്നേ അദ്ദേഹത്തിനെ അതിസാഹസികമായി CBI പിടികൂടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മതിൽ ചാടി കടന്നൊക്കെ. അപ്പം അതിനൊക്കെ ശേഷമാണോ എന്നറിയില്ല അദ്ദേഹം ഒരു നാഷണലിസ്റ്റിക് പെർസ്പെക്റ്റീവിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ട് കാണാം, തരൂരിൻ്റെയൊക്കെ പോലെ. അതായത് അന്ന് ഈ ബോംബെ ആക്രമണം ഉണ്ടായ സമയത്ത്, താജ് ആക്രമണം ഉണ്ടായ സമയത്ത് നമുക്ക് തിരിച്ചടിക്കണമെന്നുണ്ടായിരുന്നു, അന്ന് തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതൊരു വീഴ്ച, അന്നത്തെ മൻമോഹൻ സർക്കാരിൻ്റെ വീഴ്ച വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അതായത് ഖലിസ്ഥാൻ വാദം ഉണ്ടല്ലോ, സിഖ് രാഷ്ട്രം വേണം എന്നുള്ള. അപ്പോൾ അതിൻ്റെ തലവനെ വധിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തി. അതിൻ്റെ തലവനെ ഈ പറയുന്ന സ്വർണ്ണക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പിടികൂടിയ, സ്വർണ്ണക്ഷേത്രത്തിനുള്ളിലേക്ക് പട്ടാളം പ്രവേശിച്ച പിടികൂടി. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതമായിട്ടാണല്ലോ അവർ തിരിച്ച് ഇന്ദിരാഗാന്ധി വധിച്ചത്. അപ്പോൾ ഇത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തെറ്റായിരുന്നു, അത് ചെയ്യാൻ പാടില്ല, അത് അധാർമികമായിരുന്നു എന്നൊരു പ്രസ്താവന കൂടി അദ്ദേഹം ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവനയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇങ്ങനെ കാരണം ഒരു 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 BJPക്ക് അത് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണല്ലോ ഇതൊക്കെ. അതെ, രണ്ട് കാര്യങ്ങളാണ്. ഒന്നിപ്പോ കോൺഗ്രസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ചിദംബരത്തിന് എന്താണ് പറ്റിയത്. രാഹുലിന്റെ നേതൃത്വത്തിനെതിരെയുള്ള ഒരു ഇതാണോ അങ്ങനെ കരുതാം? അല്ല, രാഹുലിനെതിരെയുള്ളത് മാത്രമല്ല, കോൺഗ്രസ് പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. കേന്ദ്ര ഏജൻസികള് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായിട്ട് പഴയ രാഷ്ട്രീയ നേതാക്കന്മാരെ ഓരോരുത്തരായിട്ട് തേടിയെത്തുമ്പോൾ അവർക്കൊക്കെ ബാധിക്കുന്ന ഒരു സൂക്കേടാണിത്. സ്വന്തം വഴിയും സ്വന്തം പാർട്ടിയും സ്വന്തം പാരമ്പര്യത്തെയും തള്ളിപ്പറയുന്ന രീതി അത് പലയിടത്തും കണ്ടുവരുന്നുണ്ട്. അതാണ് ചിദംബരത്തെ ബാധിച്ചതെന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. എന്തായാലും ചിദംബരം ഇന്ത്യ കണ്ട ധനകാര്യമന്ത്രിമാരിൽ മോശമല്ലാത്ത മന്ത്രിയായിരുന്നു കേട്ടോ. നന്നായി, നല്ല കാലിബറുള്ള മന്ത്രിയായിരുന്നു. കോൺഗ്രസ് അവരെ നന്നായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തെ. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, അദ്ദേഹത്തിനെതിരെ ധാരാളം കേസുകൾ വന്നു. ഈ കേസ്, അറസ്റ്റ്, അഴിമതി ആരോപണങ്ങൾ വന്നു. ഇതൊക്കെ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇനിയിപ്പോൾ ഈ വയസ്സുകാലത്ത് താങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് പിന്തുണ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടാവും. അതിന് ചെയ്യാവുന്നൊരു കാര്യം ഇപ്പോൾ എന്താണ്, ശശി തരൂർ പുതിയ ലാവണങ്ങൾ തേടിയിട്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയതെങ്കിലും ചിദംബരത്തിൻ്റെ കേസ് അങ്ങനെ ആവണമെന്നില്ല, ആത്മരക്ഷാർത്ഥവും ആകാം. എന്തായാലും ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മുൻകാല കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെ ഒന്നും കഴിവുള്ളവരായിരുന്നില്ല. അവരുടെ കഴിവുകേടിന് മുമ്പിൽ നിസ്സഹായരായി നോക്കി നിൽക്കാനേ എന്നെപ്പോലുള്ളവർക്ക് കഴിഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം പാർലമെന്റ് ആക്രമണം എന്ന് പറഞ്ഞില്ലേ, മറ്റേ മൻമോഹൻ സിംഗിനെതിരായിട്ട് പറഞ്ഞ ആരോപണം ഉണ്ടല്ലോ, പാർലമെന്റിലുള്ള ആക്രമണം. ഇന്ത്യൻ പാർലമെന്റിന് നേരെ ആക്രമിക്കുമ്പോൾ നോക്കി നിൽക്കാൻ പറ്റുമോ? തിരിച്ചടിക്കണ്ടേ? തിരിച്ചടിക്കണമെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അതിനുള്ള കെൽപ്പുള്ള നേതൃത്വം ഉണ്ടായില്ല. നരേന്ദ്രമോദിയെ പോലെ സ്ട്രോങ് ആയ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ നമ്മൾ പോയി അടിക്കുമായിരുന്നു ഒക്കെ അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ചെയ്യാൻ പാടുണ്ടോ? എന്താ കാര്യം? ആ പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സിഖുകാരുടെ വിശുദ്ധ ക്ഷേത്രമാണ്. എന്നുവെച്ചാൽ സുവർണക്ഷേത്രം. സുവർണക്ഷേത്രത്തിൽ പോലീസോ പട്ടാളമോ കയറുക എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ അപമര്യാദയാണ്. മാത്രമല്ല വളരെ വൈകാരികമായ സമൂഹമാണ് സിഖ് സമൂഹം. അവർ ഇന്ത്യയുടെ പട്ടാളത്തിലും ഇന്ത്യയിലെ ബിസിനസ് മേഖലയിലും വലിയ ഇന്ത്യയുടെ കാർഷിക മേഖലയിലും വലിയ പങ്ക് വഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയെ പിണക്കാൻ പാടില്ലായിരുന്നു. ആ കമ്മ്യൂണിറ്റിയുടെ പേരിൽ തീവ്രവാദിയായിട്ട് ഭിന്ദ്രൻവാല വന്നു. ഭിന്ദ്രൻവാല പോയി സുവർണക്ഷേത്രത്തിൽ ഒളിച്ചിരുന്നാൽ ഒരു ഭരണകൂടം എന്ത് ചെയ്യണം? കുറ്റവാളിയാണ് ഒളിച്ചിരിക്കുന്നത്. ഭീകരവാദ പ്രവർത്തനമാണ്, വിഘടനവാദമാണ് മുദ്രാവാക്യം, ഭീകരപ്രവർത്തനമാണ് പണി, ആയുധങ്ങളാണ് കയ്യിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സായുധ സംഘം, ഭീകര സംഘം ഇന്ത്യയിലെ ഒരു സുവർണക്ഷേത്രത്തിൽ, ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിൽ ഒളിച്ചിരുന്നാൽ എന്ത് ചെയ്യണം? പട്ടാളം കയറി, സാധാരണഗതിയിൽ പട്ടാളം കയറി ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുക. ഇന്ദിരാഗാന്ധിയും അതേ ചെയ്തു. ഇന്ദിരാഗാന്ധി ഉത്തരവിട്ടു, പട്ടാളം കയറി സുവർണക്ഷേത്രം വളഞ്ഞു, അതിനകത്ത് ഒളിച്ചിരുന്ന ഭീകരവാദികളെ കൊന്നു. ഭിന്ദ്രൻവാലയും കൊല്ലപ്പെട്ടു. ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ആണ്. അതാണ് അന്നത്തെ ഒരു സംഭവം. പിന്നീട് അവിടെ എന്താ പറയുക, ശുദ്ധി കലശമൊക്കെ നടത്തിയിട്ടാണ് ചെയ്തത്. അപ്പൊ അന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് അത് പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തവും ഏറ്റവും സംഘടിതവുമായ ഭീകര പ്രസ്ഥാനമായിരുന്നു ഖലിസ്ഥാൻ മൂവ്മെന്റ്. ഖലിസ്ഥാൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സിഖ് തീവ്രവാദമാണ്. പഞ്ചാബ് മോഡൽ എന്ന് കേട്ടില്ലേ? അപ്പൊ അന്ന് ഇവിടെ ബാലകൃഷ്ണപിള്ള ഒരു പ്രസംഗം നടത്തി, ഞങ്ങളും ഇനി പഞ്ചാബ് മോഡൽ സമരം നടത്തേണ്ടി വരും
ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ വിഘടനവാദം ഉന്നയിക്കുന്നൊക്കെയാണ്. അപ്പോൾ ഖലിസ്ഥാൻ വാദം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായ ഭീകരവാദമാണ്. മാത്രമല്ല അവർക്ക് അന്നും ഇന്നും, അതാണ് ഓർക്കേണ്ട ഒരു കാര്യം, അന്നും ഇന്നും അമേരിക്ക, കാനഡ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വമ്പിച്ച പിന്തുണയുണ്ട്. ഇവരുടെയൊക്കെ ഇൻകം സോഴ്സ് അവിടെ നിന്നാണ്. അപ്പോൾ വലിയ വിദേശ പിന്തുണയോടുകൂടി നടന്ന ഏറ്റവും വലിയ ഇന്ത്യക്കെതിരായി നടന്ന വലിയ വിഘടനവാദമായിരുന്നു അത്. പിന്നെ മാത്രമല്ല പഞ്ചാബില് നേരത്തെ തന്നെ ഒരു വികാരമുണ്ട്. എന്താ വെച്ചാൽ പഞ്ചാബ് വെട്ടിമുറിച്ചാണല്ലോ, പാകിസ്ഥാൻ വിഭജിച്ചപ്പോൾ പഞ്ചാബ് വിഭജിച്ച് പോയി. ഈ വിഭജനത്തിനെ തുടർന്നുള്ള കൂട്ടക്കൊലകൾ, പലായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഖുകാർ ഇങ്ങോട്ടും മുസ്ലിങ്ങൾ അങ്ങോട്ടും പോയതാണ്. അപ്പോൾ പഞ്ചാബിനെ രണ്ടായിട്ട് വിഭജിച്ചതിൻ്റെ ഒരു 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 വല്ലാത്ത മാനസികാവസ്ഥ അവിടെ ഉണ്ട്. വിഭജനം കണ്ടതിൻ്റെ മടുപ്പുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചാബിന് ഒരു വിഘടനവാദ മനസ്സുണ്ട്, തീവ്രവാദ മനസ്സുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇന്ദ്രൻപാല. അങ്ങനെയാണ് അത് ഉണ്ടായത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഉള്ള അന്തരീക്ഷം എന്താണെന്നറിയാം. ഈ സമയത്ത് ഇത്രയും കാലം കാത്തിരുന്നിട്ട് 1984 എന്താ സംഭവിച്ചത്? ഈ സുവർണക്ഷേത്രത്തിൽ പട്ടാളം കയറിയിട്ട് ഭീകരവാദികളെ വധിച്ചു, സുവർണക്ഷേത്രത്തെ അപമാനിച്ചു, സുവർണക്ഷേത്രത്തെ അശുദ്ധമാക്കി. അതിന് നേതൃത്വം നൽകിയത് ഇന്ദിരാഗാന്ധിയാണ്. എനിക്ക് തോന്നുന്നു 84 ജൂൺ 1 മുതലാണ്. കുറേ ദിവസങ്ങൾ നീണ്ടു നിന്നുട്ടോ, ഒരു ദിവസം കൊണ്ടൊന്നും കഴിഞ്ഞില്ല. നിരന്തരമായ യുദ്ധമായിരുന്നു. ആ ക്ഷേത്രത്തിനകത്ത് ഒളിച്ചിരിക്കുന്ന, സുവർണക്ഷേത്രത്തിൽ ഒളിച്ചിരിക്കുന്ന വിന്ദ്രൻവാലയുടെ പട്ടാളം, ഭീകരവാദികൾ ഇങ്ങോട്ടും ഇന്ത്യൻ പട്ടാളം അങ്ങോട്ടും പരസ്പരം ഏറ്റുമുട്ടലായിരുന്നു. 8-9 ദിവസം നീണ്ടു നിന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ അത്രയും നീണ്ടു നിന്ന യുദ്ധമായിരുന്നു അത്. ഒടുവിലാണ് അവർ കൊല്ലപ്പെട്ടത്, ബാക്കിയുള്ളവർ കീഴടങ്ങി. അങ്ങനെ ഉണ്ടായത്. അപ്പോ അത് ജൂണിലാണ്. പക്ഷേ സിഖ് സമൂഹം ആ തീവ്രവാദം ഇവരുടെ മനസ്സിൽ വെച്ചു, വളരെ സമർത്ഥമായി ക്യാമ്പയിൻ ചെയ്തു. എന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഫോഴ്സിലെ ജീവനക്കാർക്ക് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ പോലും അതിസാഹസികമായിട്ട് അത് ഏറ്റെടുത്തു. അവരാണ് ഇന്ദിരാഗാന്ധി ഇവിടെ വെച്ച് വന്നത്. അത് 84 ഒക്ടോബർ 31. ഒക്ടോബർ 30 ഇന്ദിരാഗാന്ധിയെ കൊന്നതിനെ തുടർന്ന്, ഇന്ദിരാഗാന്ധി വെടിയേറ്റു ആ ഷോക്കില് നോർത്ത് ഇന്ത്യയിൽ ആകെ സിഖ് കൂട്ടക്കൊലാണെന്ന്. ഇന്ദിരാഗാന്ധിയെ സിഖുകാർ കൊന്നപ്പോൾ സിഖുകാർക്കെതിരായി വലിയ കൂട്ടക്കൊല, ഡൽഹിയിലൊക്കെ വലിയ കൂട്ടക്കൊല, HKL ഭഗത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ വലിയ കൂട്ടക്കൊല. കോൺഗ്രസ്സുകാർ തിരിച്ച് സിഖുകാരെ കൊന്നു. സിഖുകാരെ 1-2 അല്ല, ഭീകരമായ കൂട്ടക്കൊലകൾ നടന്നു. ഇതൊക്കെ നടന്നത് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ തുടർന്നാണ്. ഇപ്പൊ ചിദംബരം പറയുന്നത് അത് വലിയ തെറ്റായിരുന്നു. അന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു ചിദംബരം എന്ത് പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അന്ന് മുഴുവൻ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിൽക്കുന്നു. ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ് ഇന്ദിരാഗാന്ധി. മാത്രമല്ല ലോകം മുഴുവൻ അന്ന് ഇന്ദിരാഗാന്ധിയെ വാഴ്ത്തിയതാണ്, അവരുടെ ധീരതയെ. പക്ഷേ അതിന് അവർ വലിയ വില കൊടുക്കേണ്ടി വന്നു, അവരുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു. സ്വന്തം എന്താ പറയുക, സ്വന്തം സുരക്ഷാ സേന അംഗരക്ഷകന്റെ വെടിയേറ്റിട്ടാണ് ഇന്ദിരാഗാന്ധി മരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ അന്തരീക്ഷം എന്താണെന്ന് ചെറിയ വ്യത്യാസമുണ്ട്. ഇന്നത്തെ അന്തരീക്ഷം എന്താ വെച്ചാൽ സിഖ്, ഹിന്ദു, ഇപ്പോൾ ഈ അന്ന് സിഖുകാർക്കെതിരായി വലിയ കൂട്ടക്കൊലകൾ നയിച്ചത് ആരാണ്? കോൺഗ്രസിലെ ഹിന്ദു സമൂഹമാണ്. എന്നുവെച്ചാൽ കോൺഗ്രസിലെ ഹിന്ദു അണികളാണ്. പക്ഷെ ഇന്നത്തെ ചിത്രം അതല്ല. BJP അധികാരത്തിൽ വന്നപ്പോഴുള്ള ചിത്രം സിഖ് സമൂഹത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് വേറിട്ട് കാണുന്നില്ല. ഇവര് ഹിന്ദുയിസത്തിന്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് കാണുന്നത്. ബുദ്ധമതത്തെ, ജൈനമതത്തെ, പാഴ്സികളെ, സിഖുകാരെ, ഇവരെയൊക്കെ ഹിന്ദുമതത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. എന്ന് വെച്ചാൽ ഹിന്ദുത്വയുടെ ഭാഗമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി യഥാർത്ഥത്തിൽ ഹിന്ദുത്വയെ തന്നെയാണ് ഉപദ്രവിച്ചത്. മനസ്സിലായോ? അതിൻ്റെ പിന്നിൽ സെന്റിമെന്റ്സ് ഹിന്ദുത്വയെ തന്നെയാണ്. സിഖുകാരായാലും ഹിന്ദുക്കളായാലും ഇന്ദിരാഗാന്ധി ഉപദ്രവിച്ചത് ഹിന്ദുത്വയെ തന്നെയാണ്. അങ്ങനെ ഒരു ഹിന്ദുത്വ ക്ഷേത്രത്തെയാണ് ആക്രമിച്ചത് എന്ന ഒരു നെറേറ്റീവ് ഇതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ഒരു നെറേറ്റീവ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ചിദംബരത്തിന് പ്രത്യേക താല്പര്യമുണ്ട്. കാരണം അത് ആർക്ക് അനുകൂലമാണ്? ഒന്ന്, ഇന്ദിരാഗാന്ധിയെ കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിനെതിരാണ് എന്ന് പറഞ്ഞാൽ അത് BJPക്ക് ഗുണകരമാണ്. 2, മൻമോഹൻ സിംഗിനെ കുറ്റപ്പെടുത്തുന്നത് ഒരു ശക്തമായ നേതൃത്വം ഇല്ലാതെ പോയി കോൺഗ്രസിന് എന്ന് പറയുന്നത്, ഇതൊക്കെ തന്നെ BJPക്ക് അനുകൂലമാണ്. മാത്രമല്ല നരേന്ദ്രമോദിയെ പോലെ ഒരു ശക്തനായ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് BJPക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ചിദംബരം കഴിഞ്ഞ കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി കോൺഗ്രസിന്റെ മാത്രമല്ല, പിന്നെ മറ്റൊന്ന്, ഇപ്പൊ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ഭീകരവാദമാണ്, ഒരു ഭീഷണിയാണല്ലോ ഖലിസ്ഥാൻ ഭീകരവാദം. അതിന്റെ തുടക്കമാണല്ലോ
ഈ പറയുന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഇന്ദിരാഗാന്ധി വഴി ഉണ്ടായതാണ് എന്നും പറഞ്ഞു വെക്കുന്നത്. ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയതാണ്, ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയതാണ്, ഇന്ദിരാഗാന്ധിയാണ് അതിന് കാരണക്കാരൻ. അത് രണ്ട് കാര്യമായതുകൊണ്ട് സിഖ് തീവ്രവാദത്തെ ന്യായീകരിക്കുകയും ചെയ്യാം, എന്നാൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വിവിധോദ്ദേശ പദ്ധതിയാണ്. ചുരുക്കത്തിലിപ്പോൾ ചിദംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഈ BJP ഗവൺമെന്റിനെ വാഴ്ത്തണം, നരേന്ദ്രമോദിയുടെ ഗുഡ് ബുക്കിൽ കയറണം. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന് വേണ്ടി വരിക കേസിൽ നിന്നൊക്കെ ഒന്ന് തലയുരണം. ഒന്നാമത്തെ കാര്യം അതായിരിക്കും. രണ്ടാമത്, ഇനി വയസ്സുകാലത്ത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മോഹങ്ങളുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാം. അതിനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ലക്ഷ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും അദ്ദേഹത്തെ അദ്ദേഹമാക്കി തീർത്ത പാർട്ടിയുടെ എല്ലാ സൗകര്യങ്ങളും പറ്റിയിട്ട് P. ചിദംബരം എന്നൊരാളെ നമ്മൾ അറിഞ്ഞത്, അങ്ങനെ ഒരു നേതാവിനെ ഇന്ത്യ ഏറ്റെടുത്തതൊക്കെ കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണ്. ആ പാർട്ടിക്കെതിരായി അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് എന്തുമാത്രം ശരിയാണ് എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കുന്നത് നല്ലതാണ്. കോൺഗ്രസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ചിദംബരത്തെ പോലെ ഒരാൾ നല്ല ഉദ്ദേശത്തോടെ ആവില്ല ഈ മാതിരി അവസരവാദം പറയുന്നത് എന്ന് നമുക്ക് ഈസി ആയിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ.